പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിൻ്റെ 1ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ 9 മാസക്കാലം നമ്മെ കൺമണി പോലെ നമ്മുടെ കർത്താവ് പരിപാലിക്കുവാനിടയായി. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിന് വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മീതെ വഹിക്കുന്നത് പോലെ 9 മാസം നമ്മെ പരിപാലിച്ചു. നമുക്കാവശ്യമായതെല്ലാം നൽകി നമ്മെ പോഷിപ്പാൻ ദൈവം കരുണ കാണിച്ചു. ഈ സങ്കീർത്തനം ഇന്ന് പ്രഭാതത്തിൽ നാം വായിക്കുമ്പോൾ 108ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. മനസ്സിനോളം അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന യാതൊന്നും തന്നെയില്ല. മനുഷ്യൻ്റെ മനസ്സ് കടലിലെ തിരമാല പോലെയാണ്, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും, അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. മനസ്സിന് സുഖവും സന്തോഷവും ഇല്ലെങ്കിൽ അവൻ ഉണ്ടെന്ന് തോന്നുന്ന മറ്റെല്ലാ കാര്യങ്ങളും മിഥ്യയാണ്. സങ്കീർത്തനക്കാരൻ അസംഖ്യമായ പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണവും താൻ പറയുന്നുണ്ട്. ശത്രുക്കൾ തൻ്റെ മുമ്പിൽ കുഴി കുഴിച്ചിരിക്കുന്നു, തന്നെ വിഴുങ്ങുവാൻ ധിക്കാരത്തോടെ പെരുമാറുന്നു. രക്തദാഹികളായ സിംഹങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടാൽ എന്നതുപോലെയാണ് തൻ്റെ ജീവിതമെന്നും താൻ അവകാശപ്പെടുന്നു. നോക്കുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉറച്ച മനസ്സോടെ ഇരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യൻ്റെ മനസ്സ് അല്പസമയത്തേക്ക് പതറിയെങ്കിലും താൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് ഉറയ്ക്കുവാനിടയായി. ആമേൻ. ലോകം മുഴുവൻ ഇളകി മാറിയാലും മാറ്റം വരാത്ത ദൈവം തന്നോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിവാണ് ഭക്തനെ ഉറപ്പിക്കുവാനിടയാകുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതും ഭ്രമിപ്പിക്കുന്നതുമായ വിഷയങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ പറയുക എന്നത് അസാധ്യമാണ്. പ്രശ്നങ്ങളെ ഒരാൾ സമീപിക്കുന്ന വിധത്തിലല്ല മറ്റൊരാൾ സമീപിക്കുന്നത്. മനസ്സിനെ അളക്കുന്നതും ഉറപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനോനിലയും കാഴ്ചപ്പാടും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർ മനോധൈര്യമുള്ളവരായിരിക്കുമ്പോൾ മറ്റു ചിലർ ദുർബല മനസ്സും ചഞ്ചല ഹൃദയവും ഉള്ളവരുമായിരിക്കും. ദൈവമക്കളായത് നിമിത്തം പലരിൽ നിന്നും പല വിധത്തിലുള്ള തിന്മകളും പരിഹാസങ്ങളും അപമാനങ്ങളും നേരിടേണ്ടതായി വരാം. നമ്മുടെ കർത്താവിനെ ലോകം നിന്ദിച്ചു എങ്കിൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പിന്തുടരുന്ന നമ്മൾ മറ്റുള്ളവരുടെ ചെയ്തികൾ നിമിത്തം മനസ്സ് ക്ഷീണിക്കുകയും പതറിപ്പോവുകയും ചെയ്യരുതെന്ന് ദൈവവചനം നമ്മോട് വ്യക്തമായി പറയുന്നുണ്ട്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടണമെന്നല്ലയോ നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാഥൻ നമുക്കായി ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്കൊത്തിരി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലുള്ള ഏത് മനുഷ്യനും അനുഭവിച്ചിട്ടുള്ളതിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിലും അധികം കഷ്ടങ്ങളിൽ കൂടെയാണ് കടന്നുപോയിട്ടുള്ളത് നമ്മുടെ കർത്താവ്. ആമേൻ. യേശു കർത്താവിന് താൻ നേരിടുവാനുള്ള ഘട്ടങ്ങൾ മുൻകൂട്ടി കാണുവാനും കണ്ട് ക്രൂശ് മരണം ഏൽക്കേണ്ടതിനും മനസ്സുറച്ചു യെരുശലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ അവൻ സാധ്യമാകുന്ന എല്ലാ വഴികളും അടഞ്ഞപ്പോഴും താൻ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും മനസ്സിനെ ഉറപ്പിക്കുകയും ചെയ്തു അബ്രഹാം. ആമേൻ. ഹല്ലേലൂയ. വീട്ടുകാരും സ്വന്തം ദേശക്കാരും തള്ളപ്പെട്ടപ്പോൾ ദാവീദ് സ്വന്തം രാജ്യം തന്നെ വിട്ടുപോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും താൻ ദൈവത്തിൽ അഭയം പ്രാപിക്കുവാനിടയായി. അയൽ രാജാവും താൻ ആശ്രയം പ്രാപിച്ച അയൽ രാജാവും കൈവിട്ടപ്പോൾ, എന്നാൽ ഈ അതികഠിനമായ പരീക്ഷണങ്ങളിൽ കൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ ദൈവത്തിൽ താൻ ആശ്രയിച്ചു മനസ്സ് ഉറപ്പിച്ചു. ആമേൻ. പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും മോശ പതറിപ്പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം
ദൈവം തന്നെ ഉറപ്പിച്ചു നിർത്തി. അതുപോലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം യോശുവയെയും കൽപ്പിക്കുകയും ചെയ്തു. യോശുവയോടും ഉറച്ചു നിൽക്കുക, ധൈര്യപ്പെടുക, ഭ്രമിച്ചു പോകരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അവൻ ഉറപ്പ് കൊടുക്കുവാനിടയായി. പ്രിയ ദൈവവൈതലേ, പ്രശ്നങ്ങളാൽ വലഞ്ഞ് മനസ്സ് പതറി നാം നിരാശപ്പെട്ട് ഇരിക്കേണ്ടവരല്ല. ഒന്നിനും പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടവരുമല്ല. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നമുക്കായി സമാപ്തി വരുത്തുകയും ചെയ്യും. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടെ മനസ്സുറച്ചു നിൽക്കട്ടെ. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ, മാനസികമായ നിരാശകളിൽ, ശാരീരികമായ ക്ഷീണങ്ങളിൽ മനസ്സ് തകർന്നു പോയി ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരെങ്കിലും ഭാരപ്പെട്ട് ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ ദൈവവചനേ ഇന്ന് പകൽക്കാലം സ്തോത്രം, സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് നമുക്ക് പറയാം, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. നമ്മുടെ കണ്ണുകളെ ദിവസം ഇടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, പലവിധമായ പ്രതികൂലങ്ങളിൽ കൂടെ മനസ്സ് തകർന്ന് ഭാരപ്പെടുന്ന, കരയുന്ന, നിലവിളിക്കുന്ന അനേക ദൈവ കുഞ്ഞുങ്ങളുടെ കർത്താവേ സ്തോത്രം മനസ്സിനെ ഉറപ്പിക്കുവാൻ പ്രത്യാശയോടുകൂടി ദൈവം ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ദാസിദാസന്മാരെ ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. തലമുറകളെ ഓർത്ത് കരയുന്നവരുണ്ട്, ഭവനമില്ലാതെ കരയുന്നവരുണ്ട്, ഭീമമായ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ മാനസികമായ നിരാശകളിൽ ഭാരപ്പെടുന്ന നിരവധി വിഷയങ്ങളിൽ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കണമേ. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകച്ച പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ ധാരാളം അനുഗ്രഹിക്കട്ടെ.